മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി നമുക്ക് വരാനുള്ള പരീക്ഷ മലയാളമാണ്. മലയാള സെക്കൻഡ് ആണ്, അടിസ്ഥാന പാഠാവലിയാണ് അല്ലെ. അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള, വളരെ കുറച്ച് പാഠഭാഗങ്ങളുള്ള, അടിപൊളിയായി രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മലയാള സെക്കൻഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. മലയാളം അല്ലെ, മലയാളം ഫസ്റ്റിനെ അപേക്ഷിച്ച് മലയാള സെക്കൻഡ് ആണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ മലയാള സെക്കൻഡിൽ നമുക്ക് A+ കിട്ടാൻ അല്ലേ, A+ മാത്രമല്ല ഫുൾ മാർക്കാണ് അല്ലേ. ഫുൾ മാർക്ക് നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ കിട്ടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ A+ കിട്ടാൻ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് അല്ലേ? A+ കിട്ടാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? നമുക്ക് നന്നായിട്ട് പഠിക്കുന്ന ആളുകളുണ്ടാവാൻ ചിലപ്പോൾ അല്ലെ, എല്ലാ പാഠഭാഗങ്ങളൊക്കെ അറിഞ്ഞ് സൂപ്പറായി എക്സാമിന് വേണ്ടി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടാവാം. ചിലപ്പോൾ അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ല അല്ലെ, എനിക്കൊന്നും അറിയില്ല, അയ്യോ മറന്നുപോയി എന്നൊക്കെയുള്ള ടെൻഷനുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണ് ടീച്ചർ അല്ലേ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ടീച്ചർ പറയാൻ നോക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഈ A+ കിട്ടാൻ വേണ്ടി, മലയാളത്തിന് A+ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിനാദ്യം അല്ലേ, ഈ 40 മാർക്കിലേക്ക് നമുക്ക് എത്താൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യം പാഠഭാഗത്തിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഈ 9 പാഠഭാഗത്തെക്കുറിച്ചും എന്ത് ചെയ്യണം? ആരെഴുതി അല്ലെ, എന്താണ് പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം നമ്മൾ വളരെ കൃത്യമായിട്ട്. എന്താണ് ഇപ്പോൾ കവിതയാണെങ്കിൽ അതിൻ്റെ ഓരോ വരികളും അല്ലെ, അതിൻ്റെ ആശയം, അതിന് ഏതൊക്കെ ചോദ്യങ്ങൾ വരും, സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണ്, ഇങ്ങനെ A to Z കാര്യങ്ങൾ അല്ലെ, ഒരു പാഠഭാഗത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ധാരണ എന്ത് ചെയ്യണം നമുക്കുണ്ടാവണം. പാഠഭാഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് യൂണിറ്റുകളും യൂണിറ്റിൻ്റെ പ്രവേശകങ്ങളുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ കവികൾ അല്ലെ, അതത് പാഠഭാഗം എഴുതിയിരിക്കുന്ന റൈറ്റേഴ്സ്, ഓതേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എഴുത്തുകാർ, അവരുടെ സാഹിത്യ പ്രത്യേകതകൾ, പ്രധാനപ്പെട്ട കൃതികൾ, ഇതൊക്കെ എന്ത് ചെയ്യണം ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത് വളരെ കുറച്ച് എഴുത്തുകാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. അത്രയും എഴുത്തുകാരും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരായതുകൊണ്ടാണ് അവരുടെ കൃതികൾ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു കടമ്പ നമ്മൾ കടന്നിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പാഠഭാഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയാണ്. അതിന് നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ്? 25-ാം തീയതിയാണ് നമുക്ക് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ 24-ാം തീയതി രാത്രി വരെ മെഗാ അല്ലെ മാരത്തോൺ ലൈവ് ഉൾപ്പെടെ എന്താണ് നമ്മൾ 21-ാം തീയതി, 22-ാം തീയതി, 23-ാം തീയതി, 24-ാം തീയതി മെഗാ മാരത്തോൺ ലൈവ്, 25-ന് മോർണിംഗിൽ എന്താണ് നമ്മളൊരു ബൂസ്റ്ററും കൂടെ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ പരീക്ഷയ്ക്ക് പോകാം കേട്ടോ. അത്രയും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഏതേത് ചോദ്യങ്ങൾ വരും, ഏതേത് ഭാഗങ്ങൾ നമ്മൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒക്കെ നമ്മൾ പഠിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ ആ ടെൻഷൻ മാറിയില്ലേ? ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നല്ല അല്ലേ, നിങ്ങൾ ഇത്രയും മാസം പിന്നെ വെറുതെയാണോ സ്കൂളിൽ പോയത്? ഒരിക്കലുമല്ല, നിങ്ങൾക്കറിയാം അല്ലേ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഓർത്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ടീച്ചർമാരൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് ഇത്രയും ദിവസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്നു. ഒരു റിവിഷൻ പോലെ നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാണ്? സൈലത്തിൻ്റെ കൂടെ, ടീച്ചറുടെ കൂടെ അടിപൊളിയായിട്ട് അതൊക്കെ റിവിഷൻ ചെയ്ത് ഓർത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഈ 4 ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പാഠഭാഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണകളൊക്കെ നമ്മൾ പഠിച്ചെടുക്കും. സൊല്യൂഷൻ ആയല്ലോ, അതവിടെ സെറ്റ് ആയല്ലോ. അടുത്ത കാര്യം അല്ലെ, ചോദ്യമാതൃകകൾ, അവയുടെ ഘടനകൾ. എന്താണ് ചോദ്യമാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മലയാളത്തിൽ ഇപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക? എന്താണ് ഉപന്യാസം ചോദിക്കും, ആസ്വാദനക്കുറിപ്പ് ചോദിക്കും, മുഖപ്രസംഗം ചോദിക്കും അല്ലെ. ഇങ്ങനെ ഒരുപാട് ചോദ്യ രീതികൾ, പലതരം കുറിപ്പുകളുണ്ട്. സാധാകുറിപ്പ്, പ്രതികരണക്കുറിപ്പ് അല്ലെ, വിശകലനാത്മകക്കുറിപ്പ്, ഇങ്ങനെ ഒരുപാട് കുറിപ്പുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതാണ് ചോദ്യമാതൃകകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോന്നും എന്താണ് അതിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ച് നമ്മൾ എഴുതണം അല്ലേ. അപ്പോൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടാൻ അല്ലെ, മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഓരോ ചോദ്യഘടനകളും നമ്മൾ പഠിക്കും. അതിനും കൂടെയാണ് എന്ത് ചെയ്യുന്നത് ടീച്ചർ ലൈവിൽ വരിക. അപ്പോൾ ഈ ചോദ്യഘടനകൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കും. മനസ്സിലായോ? അപ്പോൾ അതും നമ്മളുടെ ടെൻഷൻ അവിടെ കഴിഞ്ഞു. അടുത്തത് സമയത്തിൻ്റെ ഉള്ളിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? എത്ര സമയമാണ് ഓരോ ചോദ്യത്തിനും നമ്മൾ അലോട്ട് ചെയ്യേണ്ടത്? എത്ര സമയത്തിനുള്ളിൽ എത്ര പേജിലാണ് അല്ലെ നമ്മൾ എഴുതേണ്ടത്? എത്ര മാർക്കിനുള്ള ചോദ്യമാണ്? മാർക്കിനനുസരിച്ച്, സമയത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ടീച്ചർ എന്ത് ചെയ്യും? ലൈവുകളിൽ സെറ്റാക്കി തരും. പിന്നെ അടുത്തത് ചോദ്യത്തിന്റെ ഉത്തരമാണ്. നമുക്ക് A+ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണോ തന്നിരിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മലയാളം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യൂടാ, നമ്മൾ
നീട്ടി വലിച്ച് പരത്തി അതിനെ എന്താണ് വികൃതമായിട്ടുള്ള രൂപത്തിലാക്കി വയ്ക്കും. നമുക്ക് ശരിയായ ഉത്തരം അറിയില്ലെങ്കിൽ അല്ലേ, അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഇങ്ങനെയല്ലേ എന്ന് അവരും ഇവരും പറഞ്ഞത് കൊണ്ട് ആയില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ആണല്ലോ അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു സെൻറ്റൻസിനെ എന്താക്കാറുണ്ട് അല്ലേ, വികൃതമാക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെയൊന്നും എഴുതി ബുദ്ധിമുട്ടിക്കരുത് അല്ലേ. ആൻസർ നോക്കുന്ന ടീച്ചർമാരെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മാർക്ക് കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള അല്ലേ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്തായിരിക്കാം ചോദ്യങ്ങൾ അല്ലേ, പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടും. പിന്നെ നമുക്ക് എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പരീക്ഷയിൽ അല്ലേ. പരീക്ഷയ്ക്ക് എന്താണ്, ഇപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെങ്കിൽ 3 ചോദ്യം തന്നിട്ട് അതിൽ 2 നമ്മൾ എഴുതുന്നുണ്ടോ. ഇപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 6 തന്നിട്ട് അതിൽ 5 നമ്മൾ എഴുതണ്ടോ, 1 എക്സ്ട്രാ ചോദ്യമാണ്. അപ്പോൾ പലരും എന്താണ് അത് പിന്നെ കൂടുതൽ മാർക്ക് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ എഴുതിയിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കളയുന്നതോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് നമ്മുടെ ടൈമിനെ ബാധിക്കും. അപ്പോൾ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം അല്ലേ. എന്തൊക്കെയാണ് അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന എസ്സേ ചോദ്യങ്ങൾ ഏതാണ്, ഇതൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ടീച്ചർ വരുന്നത്. അപ്പോൾ ലൈവുകളൊന്നും മിസ് ചെയ്യാതെ കേട്ടോ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്ക് അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യണം, ലൈവുകളൊക്കെ ഉഷാറാക്കണം. അപ്പോൾ ഒന്നുകൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് ഈ 40 മാർക്ക് കിട്ടാൻ അല്ലേ. നമ്മൾ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണടാ. എന്താണ് നമ്മുടെ ഈ കൂൾ ഓഫ് ടൈം, ആദ്യത്തെ 15 മിനിറ്റ് സമയം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ ചില കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടാനും അല്ലേ, എന്താ എഴുതിയത് അല്ലേ, ഒന്നിൻ്റെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയൊന്നും നമ്മളുടെ സമയം കളയാൻ പാടില്ല അല്ലേ. 17 ചോദ്യം അല്ലേ, 40 മാർക്ക്, 1.5 മണിക്കൂർ അല്ലേ, അറിയാവുന്ന എഴുതലാന്നൊക്കെയാണ് ഈ കോച്ച് പറയുന്നത്. അപ്പോൾ ഈ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടണം, ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഒന്നാമത് നമുക്ക് മലയാളം എഴുതുക എന്നൊക്കെ പറഞ്ഞാലും പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എക്സാം ഹാളിലേക്ക് അല്ലേ നമ്മൾ പോകുന്നതിന് മുന്നേ എന്താണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ബോധം ഉണ്ടാവണം അല്ലേ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏത് എഴുതണം അല്ലേ, എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഏത് എഴുതണം, ഏതാണ് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് വളരെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അതും എന്ത് ചെയ്യും നമ്മുടെ സമയത്തെ ബാധിക്കും. പിന്നെ ഏത് എഴുതും അല്ലെ, എത്ര എഴുതണം, എന്തൊക്കെ എഴുതണം എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ടീച്ചർമാരല്ലേ നമ്മുടെ ഓരോ ആൻസേഴ്സ് കാണുന്ന സമയത്തും എന്താണ് ടീച്ചർമാരും എന്ത് ചെയ്യും, ഇതെന്തൊക്കെ എഴുതി വെച്ചേന്നൊക്കെ ടീച്ചർമാർക്ക് ഒരു ഇതുണ്ടാവും അല്ലേ. അപ്പോൾ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഉത്തരങ്ങൾ ആദ്യം എഴുതാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ കുറച്ച് ട്രിക്കുകളുണ്ട് നമ്മൾ ഈ ഫുൾ മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ഈ പറയുന്ന 40 മാർക്ക് അല്ലെങ്കിൽ നമ്മളുടെ A+ എന്ത് ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ A+ കിട്ടാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ മക്കളുടെ കൂടെ ഉണ്ടാവും ടീച്ചർ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഈ 9 ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കും. പാഠഭാഗത്തിൻ്റെ ആശയം A+ കിട്ടാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗത്തിൻ്റെ ആശയങ്ങളാണ്. കവിത ഉൾപ്പെടെ എല്ലാം 1 by 1 ലൈൻ ബൈ ലൈനായിട്ട് എന്ത് ചെയ്യണം നമുക്ക് പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കണം. എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് അല്ലേ, സാധ്യതാ ചോദ്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കണം. ഓരോ ചോദ്യ മാതൃകകൾ അല്ലേ, ഓരോന്നും എങ്ങനെയാണ് എഴുതേണ്ടത്, എത്ര മാർക്കിന് എഴുതണം, എത്ര പേജ് എഴുതണം, എത്ര പോയിന്റുകൾ ഉണ്ടാവണം, ഇതൊക്കെ എന്ത് ചെയ്യണം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറക്കാതെ ഇനി ഒരുപാട് വീഡിയോസ് ടീച്ചർ കോണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പാഠഭാഗങ്ങൾ ബുദ്ധിമുട്ടുള്ളതുണ്ടോ. അപ്പോൾ അത്തരം പാഠഭാഗങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടീച്ചർ എന്ത് ചെയ്യുക, അതിങ്ങനെ കുഞ്ഞു വീഡിയോ ആയിട്ട് മക്കൾക്ക് ഇട്ടുതരാം. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.